ചില ക്രൈം കേസുകൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നിപ്പോവും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നതെന്ന്. ഇങ്ങനെ നമുക്ക് തോന്നണമെങ്കിൽ അസാധാരണമായിട്ടുള്ള വിശ്വസിക്കാൻ കഴിയാത്ത എന്തോ ഒരു കാര്യം ആ കേസിൽ ഉണ്ടാവണം. ഈ കേസ് അത്തരത്തിലുള്ള ഒരു കേസാണ്, ഒരിക്കലും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ സത്യം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ വിചിത്രമായിരിക്കും. 2021 കാലഘട്ടത്തിൽ ഹരിയാനയിലെ പാനിപ്പട്ട് എന്ന പേരുള്ള സ്ഥലത്ത് വിനോദ് എന്ന പേരിലുള്ള ഒരാള് ഒരു കമ്പ്യൂട്ടർ സെന്റർ നടത്തി വരികയാണ്. കമ്പ്യൂട്ടർ സെന്റർ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് ഓരോരോ കോഴ്സുകൾ പഠിപ്പിച്ചു കൊടുത്ത് അവസാനം അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് ജോലി മേടിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനം. ഇനി വിനോദിന്റെ ഫാമിലിയെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചും കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ വിനോദിന്റെ ഭാര്യയുടെ പേര് നിധി എന്നാണ്. അവർക്ക് 2 മക്കളുണ്ട്. വിനോദ് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തുന്ന ഒരു ബിസിനസ്മാൻ മാത്രമല്ല, ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ്. അങ്ങനെ പറയാനുള്ള കാര്യം, ആ വില്ലേജിൽ കമ്പ്യൂട്ടർ എന്താണ് എന്ന് ആളുകൾക്ക് അറിയുന്നതിന് മുമ്പേ തന്നെ അവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് എല്ലാവരെയും കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഒരു നോളേജ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൂടാതെ പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് അയാൾ സ്വന്തം റിസ്കിൽ ആ കുട്ടികളെ ഏറ്റെടുത്തിട്ട് അവർക്ക് കമ്പ്യൂട്ടറെ കുറിച്ചിട്ടുള്ള നോളജ് എല്ലാം തന്നെ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഭക്ഷണമില്ലാത്ത കുട്ടികൾക്ക്, അവരുടെ വില്ലേജിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ വിനോദ് നേരിട്ട് കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. സോ വിനോദ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവില്ല എന്ന് നിങ്ങൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല. തൻ്റെ ഭാര്യയ്ക്ക് ഏത് രീതിയിലാണോ സ്നേഹം കൊടുക്കേണ്ടത് അതെല്ലാം തന്നെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മക്കളെ ഏത് രീതിയിലാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അതെല്ലാം തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ വളരെ ബഹുമാനപൂർവ്വം നോക്കി നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വിനോദ്. അങ്ങനെ വിനോദിൻ്റെ ഫാമിലി ലൈഫും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സും എല്ലാം നല്ല രീതിയിൽ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒക്ടോബർ 5, 2021 വിനോദ് തൻ്റെ കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ വാതിലിൻ്റെ വെളിയിലായിട്ട് നിൽക്കുകയാണ്. ഈ കമ്പ്യൂട്ടർ സെൻറ്റർ റോഡിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനോദും നിൽക്കുന്നത് റോഡിന് അരികിലായിട്ടാണ്. പെട്ടെന്ന് ഒരു പിക്കപ്പ് വാൻ അവിടേക്ക് വരികയാണ്. ആ ഒരു പിക്കപ്പ് വാനിൻ്റെ ബ്രേക്ക് ഫെയിലിയർ ആയിട്ട് നേരെ വിനോദിൻ്റെ നേർക്കാണ് ഈ വാൻ വരുന്നത്. അങ്ങനെ വന്ന വാൻ വിനോദിനെയും ഇടിച്ച് തെറിപ്പിച്ചിട്ട് മറിഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് വീഴുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ഈ ഒരു ആക്സിഡന്റ് കാരണം വിനോദിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് മാരകമായിട്ടുള്ള മുറിവുകൾ ഉണ്ടാവുകയാണ്. ഈ ഒരു ആക്സിഡന്റ് നേരിട്ട് കണ്ട കാഴ്ചക്കാർ പറയുന്നത് ആ ഒരു വണ്ടി നല്ല വേഗത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇടിക്കുന്ന കാഴ്ചയിൽ വിനോദ് മരിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്തു വരുന്ന നല്ല പ്രവൃത്തികൾ കാരണമാണ് അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ജീവൻ തിരിച്ചു കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് എല്ലാവർക്കും തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ വിനോദിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. അതായത് ഒരുപാട് ഓപ്പറേഷൻസ് ആ ഒരു ശരീരത്തിൽ ചെയ്യേണ്ടി വന്നു. അതുകൂടാതെ സ്വന്തമായി എഴുന്നേറ്റ് തൻ്റെ കാര്യങ്ങളും തൻ്റെ കൂടെയുള്ളവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വന്ന വിനോദിന് ഇനി അങ്ങോട്ട് എപ്പോഴും ബെഡിൽ കിടക്കാൻ മാത്രമേ കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തളർന്നിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വിനോദിന്റെ ജീവിതം ഈ രീതിയിലേക്ക് മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള നിധി അദ്ദേഹത്തെ വളരെ നല്ല രീതിയിലാണ് കെയർ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അതുപോലുള്ള മെഡിസിനും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ സംഭവിച്ചിരിക്കുന്നത് ഒരു ആക്സിഡന്റ് ആണല്ലോ. അതുകൊണ്ട് പോലീസുകാർ ആരാണ് ഈ വണ്ടി ഓടിച്ചത് എന്ന് അന്വേഷിക്കും. അതിനുശേഷം അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയുടെ പേര് ദീപക് എന്നാണ്. ദീപകിനോട് പോലീസുകാർ ചോദിച്ചു, എന്താണ് നിന്റെ വണ്ടിക്ക് സംഭവിച്ചത് എന്ന്. ഇതിന് മറുപടിയായിട്ട് ദീപക് പറഞ്ഞ കാര്യം, സാർ എന്താണെന്ന് എനിക്കറിയില്ല, യാതൊരു കുഴപ്പമില്ലാതെ വന്ന വണ്ടിയായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയിട്ട് എനിക്ക് കിട്ടിയില്ല, അങ്ങനെ ഞാൻ വെട്ടിക്കാനായിട്ട് ശ്രമിച്ച സമയത്താണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് എന്നാണ് ദീപക് തുറന്ന് പറയുന്നത്. ഇവിടെ ഡ്രൈവറായിട്ടുള്ള ദീപക് മനഃപൂർവ്വം വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചതല്ല എന്ന് തന്നെയാണ് പോലീസുകാർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത് കേസായിട്ട് കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഡ്രൈവറിനെ എന്തായാലും പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യേണ്ടിയും വരും. പക്ഷേ 2 ആഴ്ച ആ ഒരു രീതിയിൽ മാത്രമേ ജയിലിൽ കിടക്കേണ്ടി വരുള്ളൂ. അതിനുശേഷം ജാമ്യം എടുത്തിട്ട് വെളിയിലേക്ക് വരാം. ഒരു പക്ഷേ ഈ ആക്സിഡന്റ് ആയ വ്യക്തി മരിക്കുകയാണെങ്കിൽ മാത്രമാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ വേറെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതായത് മരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ 2 ആഴ്ചകൾക്ക് ശേഷം ദീപക് ജാമ്യത്തിൽ വെളിയിലേക്ക് വരുന്നു. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോകുന്നു. ഡിസംബർ 15, 2021 ആ ദിവസം പകൽ സമയത്ത് വിനോദിന് എന്തായാലും വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകാനായിട്ട് കഴിയില്ല. ബെഡിൽ കിടക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിന്റെ ബെഡിൽ കിടക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള നിധി ആ വീട്ടിലെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പകൽ സമയമല്ലേ എന്ന് പറഞ്ഞിട്ട് അവരവരുടെ വീടിന്റെ ഫ്രണ്ട് വാതിൽ ലോക്ക് ചെയ്യുന്നില്ല, തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഒരാള് ആ വീട്ടിനുള്ളിലേക്ക് കയറുകയാണ്. പകൽ സമയം 12:00 ഈ വ്യക്തി ആ വീട്ടിനുള്ളിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരാൾ വീട്ടിനുള്ളിൽ കയറിയ കാര്യം വിനോദിന്റെ ഭാര്യ നിധി അറിഞ്ഞിട്ടില്ല. അവർ കിച്ചന്റെ ഭാഗത്ത് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ വ്യക്തി നേരെ പോകുന്നത് വിനോദ് കിടക്കുന്ന ആ ബെഡ്റൂമിന്റെ ഭാഗത്തേക്കാണ്. അവിടെ ചെന്നിട്ട് ആ ഒരു ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് അയാൾ ഉള്ളിലേക്ക് കടന്നു. എന്നിട്ട് ആ വാതിൽ ഉള്ളിൽ നിന്നും അടയ്ക്കുകയാണ്. ഇവിടെ കിച്ചണിലിരുന്ന നിധി പെട്ടെന്ന് ആ ഒരു ഡോർ അടയ്ക്കുന്നതിൻ്റെ ശബ്ദം കേട്ടിട്ട് എന്താണ്
എന്തായാലും വിനോദിന് എഴുന്നേൽക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ആരോ ഈ വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ്, ഈ ശബ്ദം കേട്ടത് കൊണ്ട് മാത്രം. തുടർന്ന് കിച്ചന്റെ ഭാഗത്ത് നിന്നും വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ നിധിക്ക് ഒരു കാര്യം മനസ്സിലായി, ആരോ തന്റെ ഭർത്താവ് കിടക്കുന്ന ആ ബെഡ്റൂമിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന്. നിധി പെട്ടെന്ന് വെളിയിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്നിട്ട് അയൽപ്പക്കാരോട് എല്ലാവരോടും വീട്ടിനുള്ളിലേക്ക് വരാനായിട്ട് പറയാണ്, സംഭവിച്ച കാര്യം പറയാണ്. അവിടേക്ക് വന്ന ചില ആളുകൾ ആ വാതിൽ ചവിട്ടി പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് പൊളിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവിടെ ഓടിക്കൂടിയതിലെ ഒരാൾ ആ റൂമിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വീടിൻ്റെ വെളിയിലൂടെ പോയിട്ട് ജനലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ട് എന്താണ് ഉള്ളിൽ നടക്കുന്നതെന്ന് ആ ജനലിലൂടെ നോക്കുകയാണ്. ഇങ്ങനെ നോക്കിയ സമയത്ത് കാണുന്ന കാഴ്ച സത്യത്തിൽ അവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ റൂമിനുള്ളിലേക്ക് കയറിയ വ്യക്തി വിനോദിനെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തുന്നുണ്ട്. ഇങ്ങനെ ഇരുത്തിയിട്ട് അയാളുടെ കൈവശമുള്ള തോക്കെടുത്തിട്ട് വിനോദിൻ്റെ വയറിൻ്റെ ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യുന്നു. അതുകൂടാതെ നെറ്റിക്കും ഷൂട്ട് ചെയ്യുന്നു. ഇത്രയും വലിയൊരു അതിക്രമം ആ ബെഡ്റൂമിനുള്ളിൽ നടക്കുന്നത് കണ്ട ജനങ്ങൾ നേരെ ആ ബെഡ്റൂമിൻ്റെ വാതിൽ വെളിയിൽ നിന്നും പൂട്ടുകയാണ്, ആ കൊലപാതകി രക്ഷപ്പെട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ കൊലയാളി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വാതിലിൻ്റെ ലോക്കിൻ്റെ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ട് ആ വാതിൽ തുറന്ന് അയാൾ വെളിയിലേക്ക് കിടക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ആ വീടിന് വെളിയിൽ ഇറങ്ങിയിട്ട് ആ വീട് തന്നെ വെളിയിൽ നിന്നും കുറ്റിയിട്ട് വെക്കുകയാണ്. ഫൈനലി ആ വീട്ടിനടുത്തുള്ള നെയ്ബേഴ്സ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസുകാർ ഈ വീടിൻ്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് ആരാണോ വിനോദിനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയത് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, വിനോദിനെ ഈ നിലയിലേക്ക് ആരാണോ എത്തിച്ചത്, ദീപക് എന്ന പേരിലൊരു ഡ്രൈവറാണ് അയാളെ ഇടിച്ച് ഈ അവസ്ഥയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. അയാൾ തന്നെയാണ് കൊലയാളിയും. തന്നെ പിടിക്കാനായിട്ട് വന്ന പോലീസുകാരോട് ദീപക് അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ വന്ന ജോലി എന്താണോ അത് കഴിഞ്ഞു, ഇവൻ ഒറ്റൊരുത്തം കാരണം എനിക്ക് ജയിലിൽ കയറേണ്ടി വന്നു, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് ഞാൻ അവനോട് ഒരുപാട് തവണ പറഞ്ഞതാണ്, ഈ കേസ് പിൻവലിക്കണമെന്ന് ഞാൻ ഇവനോട് ഒരുപാട് പറഞ്ഞതാണ്, പക്ഷെ ഇവൻ കേട്ടില്ല, അങ്ങനെ എൻ്റെ ആ ദേഷ്യത്തിൽ ഞാൻ ഇവനെ കൊലപ്പെടുത്തിയതാണ്, ഇവൻ മരിക്കേണ്ടവനാണ് എന്ന് ദീപക് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദീപക് വളരെ ദേഷ്യത്തോടു കൂടി പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം ജനങ്ങളോടും നാട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിനോദിനെ കൊലപ്പെടുത്തിയത് ദീപക്കാണ് എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകയായിട്ടുള്ള ദീപകിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഈ കൊലപാതകം ചെയ്തത് എന്നും എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഈ കേസ് പാനിപ്പട്ട് കോടതിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു, അത് മാസങ്ങളാവുന്നു, വർഷങ്ങളാവുന്നു. വിനോദിന്റെ കൊലപാതകം നടക്കുന്ന സമയത്ത് ആ ഏരിയയിലെ ഒരു പോലീസ് അധികാരിയായിരുന്നു ഇൻചാർജ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അജി സിംഗ് എന്ന പേരുള്ള ഒരു പുതിയ ഓഫീസർ ഇൻചാർജ് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം പുതിയതായിട്ട് ആ സ്ഥലത്തേക്ക് വരികയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്. ഈ അജി സിംഗ് എന്ന പേരുള്ള വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം സത്യസന്ധനാണ്. അദ്ദേഹം അന്വേഷിച്ച കേസുകളെല്ലാം തന്നെ ഒട്ടുമിക്ക എല്ലാ കേസുകളും തെളിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സത്യസന്ധതയുടെ കാര്യത്തിൽ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ. അജി സിംഗ് ട്രാൻസ്ഫർ ആയിട്ട് ഇൻചാർജ് ഏറ്റെടുത്ത ശേഷം 2024 ജനുവരി മാസം അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: സർ, 2 വർഷങ്ങൾക്ക് മുമ്പ് വിനോദ് എന്ന പേരിലൊരാളെ വീട്ടിനുള്ളിൽ കയറിയിട്ട് ഒരാൾ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് ദീപക് എന്നാണ് ആ കൊലയാളിയുടെ പേര്. അയാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതുമാണ്. ഇപ്പോൾ ഈ കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കേസിൽ ദീപക് മാത്രമല്ല കുറ്റവാളി, മറ്റു ചിലരോടെ ഉണ്ട്. അവരിപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി വെളിയിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചു വരികയാണ്. എനിക്ക് തോന്നുന്നത് വിനോദിന്റെ കുടുംബത്തിലെ ആരോ തന്നെയാണ് ഈ കേസിന് പുറകിലെന്നാണ്. സർ, ഒന്നുകൂടെ ഈ കേസ് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണമെന്ന് ആ മെസ്സേജിൽ പറയുന്നുണ്ട്. ഈ മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് അജി സിംഗ് പരിശോധിക്കുന്ന സമയത്ത് മെസ്സേജ് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൊല്ലപ്പെട്ട വിനോദിന് പ്രമോദ് എന്ന പേരിലൊരു സഹോദരനുണ്ട്. ഈ പ്രമോദ് ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ്. അയാളാണ് ഈ ഉദ്യോഗസ്ഥന് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവിടെ അജി സിംഗ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന് കാര്യങ്ങൾ 2 രീതിയിൽ നോക്കി കാണാനായിട്ട് കഴിയും. ഒന്നാമത്തേത്, വിനോദിനെ കൊലപ്പെടുത്തിയ ദീപക് എന്ന പേരുള്ള കൊലയാളി അയാൾ ഈ വീട്ടിനുള്ളിലേക്ക് കടന്ന് റൂമിനുള്ളിലേക്ക് പോയിട്ട് വിനോദിനെ കൊലപ്പെടുത്തുന്നത് ഒരുപാട് പേര് ജനലിലൂടെ കണ്ടതാണ്. ദൃക്സാക്ഷികളുള്ള കേസാണ്. അങ്ങനെ ഈ കേസ് സോൾവ് ചെയ്തതാണ്. ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഇതുപോലൊരു മെസ്സേജ് അയച്ചു എന്നുള്ളത് കൊണ്ട് അത് കാര്യമായിട്ട് വിലക്കെടുക്കണമെന്നില്ല. പക്ഷേ ഇവിടെ അജി സിംഗ് നോക്കുന്നത് വിനോദിന്റെ അനുജനായിട്ടുള്ള പ്രമോദാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു സഹോദരൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത്, അതും വീട്ടുകാർ തന്നെയാണ് ഒരുപക്ഷെ ഇതിന് പുറകിലെന്ന് അയാൾ ഒരു സംശയം പറയുന്നത് കൊണ്ട് തന്നെ ഈ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണമെന്ന് അജി സിംഗിന് തോന്നുകയാണ്. അങ്ങനെ വീണ്ടും ഈ ഒരു കേസ് റീ ഓപ്പൺ ചെയ്ത് അന്വേഷിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അജി സിംഗ് ഈ കേസിന്റെ ഫയൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിലെ ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത് ദീപക് എന്ന പേരുള്ള ഈ കൊലയാളി പറഞ്ഞ കാരണമാണ്. ആ കാരണം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ആക്സിഡന്റ് മാത്രമാണ് സംഭവിച്ചത്. അതൊരു ആക്സിഡന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ദീപകിന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഒരുപക്ഷെ കൂടി പോയി കഴിഞ്ഞാൽ 2 വർഷം തടവ് മാത്രമായിരിക്കും.
അപ്പോൾ ഈ ഒരു കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക? ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ട് തന്നെ 2 വർഷം തടവ് കിട്ടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന് ആ 2 വർഷം അനുഭവിച്ചിട്ട് വെളിയിലേക്ക് വരാനല്ലേ അവൻ നോക്കുക. അതല്ലാതെ ആ വ്യക്തിയെ കൊലപ്പെടുത്തിയിട്ട് കുറേ വർഷങ്ങൾ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കാനായിട്ട് അയാൾ നോക്കുമോ? അപ്പോൾ ഇങ്ങനൊരു കാരണം പറഞ്ഞിട്ടാണ് ദീപക് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ദീപകിന്റെ ആ ഒരു കാരണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്നാണ് അജിത് സിംഗ് മനസ്സിലാക്കുന്നത്. സോ ഒരുപക്ഷെ ആദ്യം നടന്ന ആക്സിഡന്റിന്റെ അന്വേഷണം മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനൊരു കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക. ആ ഒരു ആക്സിഡന്റിന്റെ അന്വേഷണം പോലീസുകാർ അന്വേഷിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പല കാര്യങ്ങളും തെളിയുമായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു വലിയ കൊലപാതകം പോലും ചെയ്തിട്ടുണ്ടാവുക എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചിന്തിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിനോദിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ആരെല്ലാമാണ് ഇതിന് പുറകിലെന്ന് അറിയുന്ന സമയത്ത് നമ്മളുടെ കിളിയൊക്കെ പാറിപ്പോവും. ആ രീതിയിലേക്കാണ് അന്വേഷണം എത്തുക. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുകൂടാതെ ഇതുപോലുള്ള റിയൽ ക്രൈം സ്റ്റോറീസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതെനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. അജിത് സിംഗ് എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസ് റീ ഓപ്പൺ ചെയ്ത ശേഷം ആദ്യം അന്വേഷിക്കുന്നത് ആദ്യം നടന്ന ആക്സിഡന്റിനെ കുറിച്ചാണ്. അത് ഒരു ആക്സിഡന്റ് തന്നെയാണോ അതോ കൊലപാതക ശ്രമമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ആ വണ്ടി ഒരു പുതിയ വണ്ടിയാണ്. ആ വണ്ടി മേടിച്ചിട്ട് 4-5 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ആ വണ്ടിയിൽ ബ്രേക്ക് ഫെയിലിയർ ആയി എന്ന് ഉള്ളൊരു റീസൺ ദീപക് പറയുന്നത്. സത്യത്തിൽ ഒരു പുതിയ വണ്ടിയിൽ ബ്രേക്ക് ഫെയിലിയർ ആയിക്കൂടാ എന്നൊന്നുമില്ല, പക്ഷേ അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു കാര്യം മനസ്സിലാക്കി, ആദ്യം നടന്നത് ഒരു ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതക ശ്രമമായിരുന്നു. സോ ദീപകിന്റെ ആ സമയത്തുള്ള കോൾ ഹിസ്റ്ററി എല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. സംശയം തോന്നുന്ന രീതിയിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് പോലീസുകാർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അങ്ങനെ നോക്കിയ സമയത്ത് സുമിത് എന്ന പേരിലൊരാളെ സംശയം തോന്നുന്ന ആ സാഹചര്യത്തിലെല്ലാം തന്നെ ദീപക് വിളിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ആ ഒരു ആക്സിഡന്റ് നടന്ന ആ സമയത്ത് വിളിച്ചിട്ടുണ്ട്, അതിന് ശേഷം വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് മുമ്പായിട്ട് വിളിച്ചിട്ടുണ്ട്, കൊലപാതകം നടന്ന ശേഷം വിളിച്ചിട്ടുണ്ട്. ഈ സമയത്തെല്ലാം തന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുമിത് ആരാണെന്ന് പോലീസുകാർ അന്വേഷിക്കുകയാണ്. സുമിത് ഒരു ജിം ട്രെയിനറാണ്. ജിം ട്രെയിനർ മാത്രമല്ല, ജിമ്മിൽ പോകുന്നവരെല്ലാവരും കഴിക്കുന്ന പ്രോട്ടീൻ പൗഡറൊക്കെ ഇല്ലേ, അത് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പ് കൂടെ ഇയാൾക്കുണ്ട്. ദീപകിന് സുമിത്തുമായിട്ട് ബന്ധമുണ്ട്, സുമിത്തിന് ഈ കേസുമായിട്ടും ബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ ആ സാഹചര്യത്തിലെല്ലാം തന്നെ ദീപകിനെ സുമിത്ത് വിളിച്ചത്. എന്നാൽ ഈ സുമിത്തുമായി കണക്ട് ചെയ്യുന്ന മറ്റാരെങ്കിലും ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സുമിത്തിന്റെ കോൾ ഹിസ്റ്ററി എല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ച സമയത്ത് സത്യത്തിൽ പോലീസുകാർക്ക് വിശ്വസിക്കാനേ കഴിയില്ല. ആ രീതിയിലുള്ളൊരു കാര്യമാണ് അവർക്ക് ആ കോൾ ഹിസ്റ്ററിയിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ജിം ട്രെയിനറായിട്ടുള്ള സുമിത്ത് മരിച്ചുപോയ വിനോദിന്റെ ഭാര്യയായിട്ടുള്ള നിധിയുമായിട്ട് ഒരുപാട് തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ സംസാരം തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ ഒരു കാര്യം മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ജിം ട്രെയിനറായിട്ടുള്ള സുമിത്തിനെയും അതുപോലെ തന്നെ വിനോദിന്റെ ഭാര്യയായിട്ടുള്ള നിധിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് നിധിയോട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന സമയത്ത് നിധി പറയുന്ന കാര്യം, ഞാൻ ജിമ്മിൽ പോകാറുണ്ട്, അപ്പോൾ എൻ്റെ ട്രെയിനറാണ് ഇദ്ദേഹം, അതല്ലാതെ ഇദ്ദേഹവുമായിട്ട് എനിക്ക് വേറെ ബന്ധമൊന്നുമില്ല. ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോണിൽ വിളിച്ചത്. ഞാൻ സുമിത്തിനോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ കേസുമായിട്ട് ബന്ധമുണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയാണ് എന്ന രീതിയിൽ ഇമോഷണലായിട്ട് നിധി അവിടെ സംസാരിക്കുകയാണ്. ഡ്രൈവറായിട്ടുള്ള ദീപകുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധമെന്ന് സുമിത്തിനോട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണ്. ഇന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ ദീപകിനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ സുമിത് പറഞ്ഞത് എൻ്റെ സുഹൃത്താണ് ദീപക്, അതുകൊണ്ട് തന്നെയാണ് കോൺടാക്ട് ചെയ്തത്, അതല്ലാതെ എനിക്ക് കേസുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല എന്നാണ് ജിം ട്രെയിനർ പറയുന്നത്. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തെളിവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തെളിവ് അവർ കണ്ട ശേഷമാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു തെളിവ് എന്ന് പറയുന്നത് വിനോദും വിനോദിൻ്റെ ഭാര്യയായിട്ടുള്ള നിധിയും കുട്ടികളൊക്കെ താമസിക്കുന്ന ആ വീട്ടിനുള്ളിൽ CCTV ഉണ്ട്. ആ CCTVയുടെ വിഷ്വൽസ് ഓൾറെഡി ആദ്യം കേസ് അന്വേഷിച്ച സമയത്ത് ആ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവർ നോട്ട് ചെയ്തില്ല എന്നുള്ളത് സത്യത്തിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെ ഇത് മിസ്സാക്കിയെന്ന് അറിയുന്നില്ല. ഇങ്ങനൊരു വിഷ്വലിലെ കാര്യം കണ്ടു കഴിഞ്ഞാൽ 100% ഒരു ചെറിയ കുട്ടി കണ്ടു കഴിഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാവും ഈ കേസിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ എങ്ങനെ ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് മിസ്സായി പോയി അല്ലെങ്കിൽ മനഃപൂർവ്വം മിസ്സാക്കിയതാണ് എന്നൊന്നും അറിയില്ല. എന്തായാലും അജിത് സിംഗ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ടാമത് ഈ കേസിലെ തെളിവുകളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ CCTV വിഷ്വൽസും അദ്ദേഹം പരിശോധിക്കുന്നത്. ആ
ആ വിഷ്വൽസിലെ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ അജിത് സിംഗിന് മനസ്സിലായി ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇന്ന ആളെല്ലാമാണ് ഈ കേസിന് പുറകിലെന്ന്. പകൽ സമയം 12:30 കൂടിയാണ് ദീപക് ആ വീടിന്റെ മുൻപിലത്തെ വാതിൽ വഴി ആ വീട്ടിനകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആ വിഷ്വലിൽ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ദീപക് കിച്ചണിനുള്ളിലിരിക്കുന്ന നിധിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്, കയ്യിൽ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ദീപക് വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് കിച്ചണിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്ന സമയത്ത് നിധിയോട് കൈകൊണ്ട് എന്തെല്ലാമോ പറയുന്നുണ്ട്. അതുകൂടാതെ നിധിയും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നിധി കൈകൊണ്ട് ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് ചൂണ്ടി കാണിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ആ ബെഡ്റൂമിനുള്ളിലുണ്ട്, നീ പോയിട്ട് കൊലപ്പെടുത്തുക എന്ന രീതിയിൽ. CCTV-യിൽ നിന്നും ഇത്ര വ്യക്തമായിട്ടുള്ളൊരു തെളിവ് കിട്ടിയിട്ട് എങ്ങനെയാണ് ആദ്യം കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് മിസ്സാക്കിയതെന്ന് അറിയില്ല. ഞാനത് വീണ്ടും പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു CCTV വിഷ്വൽസ് ആദ്യം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരും കണ്ടതാണ്. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. നിധിക്ക് ദീപക്കുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് ഇവർ തമ്മിലുള്ള സംസാരം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ ദീപക് നേരെ ആ ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് പോകുന്നു. എന്നിട്ട് ബെഡ്റൂമിന്റെ വാതിൽ തുറന്നിട്ട് ഉള്ളിലേക്ക് കയറി ആ വാതിൽ അടയ്ക്കുന്നു. ആ അടച്ച ഉടനെ തന്നെ നിധി ഒന്നും അറിയാത്തതുപോലെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഓടുകയാണ്. ഓരോരോ ആളുകളെ വിളിച്ച് ആ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ നിധിക്ക് മുമ്പാകെ ഈ ഒരു CCTV വിഷ്വൽസ് പ്ലേ ചെയ്തിട്ട് ഇത് നിങ്ങളല്ലേ, നിങ്ങളപ്പോൾ ദീപകിനോട് ഇങ്ങനെ കാണിച്ചില്ലേ എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അവസാനം നിധിക്ക് മനസ്സിലായി ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന്. എന്താ സംഭവിച്ചതൊന്നും അറിയില്ല, ഈ കേസ് ഇങ്ങനെയാണ്, ഈ കേസിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊന്നും അല്ല, ഇതാണ് ഈ കേസിന്റെ പോകുന്ന പോക്ക്. എന്തായാലും നിധി പോലീസ് ഉദ്യോഗസ്ഥരോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. വിനോദ് തന്റെ ഭാര്യയായിട്ടുള്ള നിധിയെയും മക്കളെയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് നിധിക്ക് ഒന്ന് ജിമ്മിന് പോകണം, ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കണം എന്നൊരു തോന്നൽ വരുന്നത്. അങ്ങനെ നിധി ജിമ്മിന് പോയി ചേരുന്നു. അവിടെ വെച്ചിട്ടാണ് സുമിത്തിനെ പരിചയപ്പെടുന്നത്. നിധിയുടെ പേഴ്സണൽ ട്രെയിനറാണ് സുമിത്ത്. ഇവർ രണ്ടുപേരും ഒരുപാട് അടുത്ത് ഇടപഴകുമല്ലോ ഈ ഒരു സാഹചര്യം ആവുന്ന സമയത്ത്. അങ്ങനെ ഇടപഴകി ഇവർ തമ്മിൽ തെറ്റായൊരു ബന്ധം വരികയാണ്. ജിമ്മിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കഴിഞ്ഞിട്ട് നിധി വീട്ടിലേക്ക് എത്തിയാലും സുമിത്തിന് മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. ആദ്യമെല്ലാം തന്നെ വിനോദ് ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര കാര്യമാക്കി എടുത്തില്ല. ഒരു ദിവസം ജസ്റ്റ് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് മെസ്സേജിൽ സുമിത്തിന് അയച്ചിട്ടുള്ള പേഴ്സണൽ മെസ്സേജ്, ഇവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള കോൺവെർസേഷൻ കണ്ടപ്പോൾ സത്യത്തിൽ വിനോദ് ഞെട്ടിപ്പോയി. കാരണം ഒരു ഭർത്താവുമായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ ആ ഒരു മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഞാൻ പിടിച്ചു, ഞാൻ മനസ്സിലാക്കി എന്ന് വിനോദ് അറിയിക്കുകയും ചെയ്തു നിധിയെ. ഇതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇനി ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇത് കേട്ട ശേഷം നിധി വിനോദിനോട് പറയുന്നത് ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല, എൻ്റെ ഒരു ജിം ട്രെയിനർ ആയതുകൊണ്ട് തന്നെ അറിയാതെ അടുത്ത് പോയതാണ്, അറിയാതെ പറ്റിയൊരു തെറ്റാണ്, ഇനി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ജിമ്മിന് പോവില്ല, ഞാൻ നല്ലൊരു ഭാര്യയായിട്ട് മക്കളെയൊക്കെ നോക്കിയിട്ട് സമാധാനത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകാം, എന്നോട് ഇത്തവണ ഒന്ന് ക്ഷമിക്കുകയെന്ന് നിധി വിനോദിനോട് പറയുകയും ചെയ്തു. വിനോദ് അത് കേൾക്കുകയും ചെയ്തു. വീട്ടുകാരോടൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നും ആക്കാതെ മനസ്സിനുള്ളിൽ തന്നെ അത് കുഴിച്ചിട്ടു. തൻ്റെ ഭാര്യ ചെയ്ത ഇത്രയും വലിയൊരു തെറ്റ് വിനോദ് ക്ഷമിച്ചു, അത് മറന്നു കളഞ്ഞുവെങ്കിലും ഇവിടെ നിധി അത് മറന്നിട്ടുണ്ടായിരുന്നില്ല. നിധി ഇപ്പോഴും സുമിത്തുമായിട്ട് വളരെ സീക്രട്ടായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്, അയാളുമായിട്ടുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ബന്ധം തുടരുക എന്നൊക്കെ പറയുന്ന സമയത്ത് നിധി ആലോചിക്കുകയാണ്, തൻ്റെ ഭർത്താവും മക്കളും വേണോ അതോ തൻ്റെ കാമുകൻ വേണോ എന്ന്. ഇങ്ങനെ ആലോചിച്ച് അവസാനം നിധി ഒരു തീരുമാനത്തിലെത്തി. ഭർത്താവിനെയും വേണ്ട, മക്കളെയും വേണ്ട, എനിക്ക് കാമുകനെ മാത്രം മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് അവസാനം നിധി എത്തിയത്. മാനസികമായിട്ട് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയ നിധി തൻ്റെ മനസ്സിലെ ഈ ഒരു കാര്യം സുമിത്തിനെ അറിയിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെ നിധി സുമിത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ വലിയൊരു ഇൻഷുറൻസ് തുകയുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ കോടികളുള്ള ആ ഒരു ഇൻഷുറൻസ് തുക നമ്മൾക്ക് കിട്ടും, അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകാമെന്നാണ് നിധി സുമിത്തിനോട് പറയുന്നത്. ഇത് കേട്ട പാടെ സുമിത്ത് എല്ലാം സമ്മതിക്കുകയും ചെയ്തു. ഫൈനലി ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ആ ഒരു പ്ലാനുമായി ബന്ധപ്പെട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഡ്രൈവറിനെ വേണം. അങ്ങനെയാണ് ദീപകിനെ കൊണ്ടുവരുന്നത്. ഈ ദീപകിനോട് കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ച് ഡീൽ ചെയ്യുന്നത് നിധിയാണ്. നീ നേരെ എൻ്റെ ഭർത്താവിനെ ഇടിച്ച് കൊലപ്പെടുത്തണം, സപ്പോസ് എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് നിനക്ക് ജയിലിൽ കഴിയേണ്ടി വന്നാൽ നിന്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കാം, അതുകൂടാതെ 10 ലക്ഷം രൂപ നിനക്ക് തരുകയും ചെയ്യാം. അങ്ങനെ ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ടിട്ടാണ് ദീപക് വണ്ടി എടുത്തതല്ല, ആ ഒരു വണ്ടി പുതുതായിട്ട് മേടിച്ച് കൊടുക്കുന്നത് നിധി തന്നെയാണ്. അവന്റെ പേരിൽ മേടിച്ചു കൊടുക്കുന്ന വണ്ടിയാണത്. ആ ഒരു വണ്ടി കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തുക എന്നാണ് പറയുന്നത്. ഇവിടെ ദീപകിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പല ആളുകളുടെ വണ്ടി ഓടിച്ചൊരു വ്യക്തിയാണ്. അയാൾക്ക് സ്വന്തമായിട്ടൊരു വാഹനമില്ല. ഇവിടെ ഓഫർ ചെയ്തിരിക്കുന്നത് പുതിയൊരു വണ്ടിയാണ്, അതുകൂടാതെ 10 ലക്ഷം രൂപ. ഇനി സപ്പോസ് 1-2 വർഷം ജയിലിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ നോക്കാമെന്ന്
വാഗ്ദാനവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദീപക് എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ദീപക് പുതിയ വണ്ടിയുമായിട്ട് വിനോദിനെ ഇടിച്ചു കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അവരുടെ നിർഭാഗ്യവശാൽ വിനോദ് മരിക്കുന്നില്ല. അയാളുടെ കൈയും കാലൊക്കെ തളർന്നു പോയി, ഒരുപാട് പരിക്കുകൾ പറ്റി, പക്ഷേ മരണം മാത്രം സംഭവിക്കുന്നില്ല. ഇതേ സാഹചര്യത്തിൽ 2 മാസം കഴിഞ്ഞു പോവുകയാണ്. ഇവിടെ നിധിയുടെ മനസ്സിൽ ക്ഷമയെല്ലാം നശിച്ച അവസ്ഥയാണ്. എപ്പോഴാണ് മരിക്കുക എന്ന് ഓരോരോ ദിവസവും ഇങ്ങനെ എണ്ണി 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 കാത്തിരിക്കുകയാണ്. മരിച്ചാലല്ലേ തൻ്റെ കാമുകൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഓരോ ദിവസം കഴിയുമ്പോഴും നാളെ മരിക്കും നാളെ മരിക്കും എന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കുക. ഇയാളാണെങ്കിൽ മരിക്കുന്നുമില്ല. അവസാനം നിധിയുടെ ക്ഷമയെല്ലാം നശിച്ചു. ദീപകിനെ വിളിച്ച് വീണ്ടും പറയാണ്, നീ വീട്ടിനുള്ളിൽ കയറിയിട്ട് അയാളെ കൊലപ്പെടുത്ത്. അങ്ങനെ കൊലപ്പെടുത്തിയ ശേഷം നിനക്ക് വരുന്ന കാര്യങ്ങൾ എന്താണോ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ നീ ഞങ്ങളുടെ പേര് വെളിയിൽ പറയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നൊരു കണ്ടീഷൻ വെക്കുകയാണ്. ഇതേ തുടർന്ന് ദീപകിന് വീട്ടിനുള്ളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്നു വെക്കുന്നു. ദീപക് തോക്കുമായിട്ട് വീട്ടിനുള്ളിലേക്ക് കയറുന്നു. ഇങ്ങനെ കയറുന്ന സമയത്താണ് കിച്ചൻ്റെ ഭാഗത്ത് നിൽക്കുന്ന നിധിയെ കാണുന്നത്. അപ്പോൾ നിധി പറഞ്ഞു, ഇത് അവിടെ എൻ്റെ ബെഡ്റൂം, അതിനുള്ളിൽ കിടക്കുന്നുണ്ട്, പോയി കൊലപ്പെടുത്തിക്കോ, കൊലപ്പെടുത്തണം, പക്ഷേ അത് കൺഫേം ചെയ്യാതെ വെളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് ഓക്കെ ആക്കിയിട്ട് അങ്ങോട്ടേക്ക് അയക്കുകയാണ്. ദീപക് നേരെ ബെഡ്റൂമിനുള്ളിലേക്ക് കയറിയിട്ട് വാതിൽ തുറന്നടച്ച ആ ഒരു സമയത്ത് ബാക്കി ആർക്കും യാതൊരു സംശയം തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് നിധി നേരെ വെളിയിലേക്ക് പോയി, വീട്ടിന് വെളിയിലേക്ക് പോയിട്ട് എല്ലാവരെയും ഈ ഒരു കാര്യം അറിയിക്കുകയാണ്. കൊലപാതകം നടത്തിയ ദിവസം ഇവർ വിചാരിക്കാത്ത ഒരു കാര്യം ആ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരുടെ കൺട്രോൾ വിട്ട് കാര്യങ്ങളൊക്കെ പോയത്. ദീപകിൻ്റെ കയ്യിൽ തോക്കുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾ തോക്ക് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചോടുമെന്നെല്ലാമാണ് വിചാരിച്ചത്. അവിടെ നിന്നും ദീപകിന് രക്ഷപ്പെടാൻ കഴിയുമെന്നും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ വീട് ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് വെച്ചു. പോലീസുകാർ വരുന്നവരെ അവിടെ ഉള്ളിൽ ലോക്കാക്കി വെച്ചത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് വന്ന് ദീപകിനെ പിടിക്കാൻ വളരെ എളുപ്പമായി. പോലീസ് വന്ന് ദീപകിനെ കൈയോടെ പിടിച്ചുവെങ്കിലും സത്യസന്ധനായിട്ടുള്ള കൊലയാളി എന്ന രീതിയിലായിരിക്കണം ദീപക് എന്തെല്ലാമോ പറഞ്ഞ് നാട്ടുകാരും പോലീസും കേൾക്കെ ഞാൻ ഇന്ന കാരണത്തിനാലാണ് കൊലപ്പെടുത്തിയതെന്ന് എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് നിലവിളിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോലീസുകാരുടെ കൂടെ പോകുന്നത്. നിധിയുടെയും കാമുകനായിട്ടുള്ള സുമിത്തിൻ്റെയും പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടില്ലാട്ടോ. ഭർത്താവ് മരിച്ച ശേഷം കോടികളാണ് ഇവർക്ക് ലഭിച്ചത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട്. ആ ഒരു പണം ലഭിച്ചുവെങ്കിലും അത് ഉപയോഗിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. കാര്യം ഭർത്താവിൻ്റെ അച്ഛനും ഇവരുടെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇവർക്ക് 2 മക്കളും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. അതുകൂടാതെ കാമുകൻ വിളിച്ച ഭാഗത്തേക്ക് അങ്ങനെ പോകാനോ കൂടെ ഒളിച്ചോടി പോകാനൊന്നും സാധിക്കില്ല. ഭർത്താവ് മരിച്ച ശേഷം ഇങ്ങനൊരു ഭാര്യ പെട്ടെന്ന് ചെയ്തു എന്നറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേസ് ഇവരുടെ നേർക്ക് തിരിയും. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാൻ പറ്റാതെ ആ പണം ഇങ്ങനെ അക്കൗണ്ടിൽ വെച്ചിട്ട് അവരിങ്ങനെ വല്ലാത്തൊരു വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം നിധി ആ ഒരു തീരുമാനം കൂടെ എടുക്കുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെയും മക്കളെയും എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും വെളിയിലാക്കണം. അതിന് വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിനോദിൻ്റെ സഹോദരനായിട്ടുള്ള പ്രമോദ് വെളി രാജ്യത്താണെന്നുള്ള കാര്യം ഇവർക്കറിയാം. ഈ പറയുന്ന അച്ഛനെയും 2 മക്കളെയും അങ്ങോട്ടേക്ക് അയക്കാനുള്ള ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കുടുംബത്തിനുള്ളിൽ സംസാരിച്ചിട്ട് അവിടേക്ക് ആക്കണം. എന്നാലാണ് നാട്ടിൽ തൻ്റെ കാമുകൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കുടുംബത്തിൽ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് അവസാനം അത് ഫലിച്ചു. 2 മക്കളും ഭർത്താവിൻ്റെ അച്ഛനും വിനോദിൻ്റെ സഹോദരനായിട്ടുള്ള പ്രമോദിൻ്റെ അരികിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോയി. വീട്ടിൽ നിന്ന് എല്ലാവരെയും പറഞ്ഞുവിട്ട ശേഷം നിധി സുമിത്തിനെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവരുടെ സ്വകാര്യ നിമിഷങ്ങളെല്ലാം തന്നെ ആസ്വദിക്കുകയാണ്. പക്ഷേ ഓസ്ട്രേലിയയിലുള്ള പ്രമോദ് ഇതുപോലൊരു കാര്യം നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പല ആളുകൾ വഴി അറിയാണ്. അങ്ങനെയാണ് പ്രമോദിന് നിധിയുടെ മേൽ സംശയം വരുന്നത്. പ്രമോദ് ഇങ്ങനൊരു മെസ്സേജ് പുതുതായിട്ട് ഇൻചാർജ് എടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥന് അയക്കുന്നത്. ഫൈനലി ഈ കേസുമായി ബന്ധപ്പെട്ട 3 പ്രതികളെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാനിപ്പട്ട് കോടതിയിൽ ഇപ്പോഴും ഈ കേസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫൈനലി ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കേസ് ആദ്യം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ അവർ ആ CCTV വിഷ്വൽസ് എങ്ങനെയാണ് കണ്ടത് എന്നറിയില്ല. പക്ഷേ ഇത്രയും വലിയൊരു തെളിവ് മുമ്പിൽ ഉണ്ടായിട്ട് അവരത് മെയിൻറ്റ് ചെയ്യാതെ പോയി. ഇനി മറ്റെന്തെങ്കിലും പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. രണ്ടാമത്തെ കാര്യം അജിത് സിംഗ് എന്ന പേരുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ സത്യസന്ധനായതുകൊണ്ട് മാത്രമാണ് ഈ കേസ് തെളിഞ്ഞത്. ഇല്ല എങ്കിൽ ദീപക് മാത്രം കമ്പിക്കുള്ളിലായിട്ടിരുന്നേനെ. ഇവർ വെളിയിൽ സന്തോഷത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോയേനെ. മൂന്നാമത്തേത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള നിധി ഒരു ഭാര്യയാണ്, അമ്മയാണ്, 2 കുട്ടികളുടെ അമ്മയാണല്ലോ. അപ്പോൾ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അനിഷ്ടം വരാം. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഭർത്താവിനോട് ഒരു കണക്ഷൻ ഉണ്ടാവില്ലേ, ഒരു ബോണ്ട് ഉണ്ടാവില്ലേ, കുറച്ചൊരു ഇഷ്ടം ഉണ്ടാവില്ലേ. മറ്റൊരാളെ ഇഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കൂടിയും ഭർത്താവിനെ യാതൊരു തെറ്റും ചെയ്യാത്തൊരു ഭർത്താവിനെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ സിമ്പിളായിട്ട് അത് കഴിയുന്നു അല്ലേ. സിനിപ്പോട്ടെ, അവർക്ക് ഭർത്താവിനോട് അങ്ങനെ ഒരു താല്പര്യമില്ല ആയിക്കോട്ടെ. പക്ഷേ ഭർത്താവിനോട് താല്പര്യമില്ലെങ്കിലും സ്ത്രീകൾക്ക് മക്കളെ വലിയ ഇഷ്ടമായിരിക്കില്ലേ, അവരുടെ കൂടെ ജീവിക്കാൻ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ബോണ്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ
ഒരു കാമുകം വന്നു എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് ഭർത്താവ് വേണ്ട, മക്കൾ വേണ്ട, എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമോ? അതിൻ്റെ ഒരു കാര്യം മാത്രം കിട്ടുന്നില്ല, കണക്ഷൻ കിട്ടുന്നില്ല. എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയുന്നത് എന്ന് നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് കുറച്ച് നേരം നോക്കൂ. എന്ത് ഭംഗിയുള്ളൊരു ഫോട്ടോ ആണതല്ലേ. അച്ഛൻ, അമ്മ, 2 മക്കൾ, വളരെ സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബം പോലെ. പക്ഷെ എന്തെല്ലാമാണ് ഈ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത്? എല്ലാം തകർത്ത് തരിപ്പണമാക്കി. എന്തിനു വേണ്ടി? എന്താ അവർ നേടിയത്? ഓക്കെ, അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.